എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പഞ്ചകർമ്മത്തെ പറ്റി ഒന്ന് വിചാരം ചെയ്യാം. പഞ്ചകർമ്മങ്ങൾ എന്തെന്നും എന്തിനാണ് അത് ചെയ്യണതെന്നും അത് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ ഉണ്ടാവുകയെന്നും ഒക്കെ ഒന്ന് സാമാന്യമായി നോക്കാം. ഇന്ന് നമ്മുടെ സാധാരണക്കാരുടെ ഇടയ്ക്ക് വളരെയധികം ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ശബ്ദമാണോ പഞ്ചകർമ്മം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒഴിച്ചിലും പിഴിച്ചിലും മാത്രമാണ് പഞ്ചകർമ്മം, അല്ലെങ്കിൽ ഒഴിച്ചിലാണ് പഞ്ചകർമ്മം, പിഴിച്ചിലാണ് പഞ്ചകർമ്മം, എണ്ണ തേച്ച് തലോടലാണ് പഞ്ചകർമ്മം എന്നൊക്കെ. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഒഴിച്ചിലും പിഴിച്ചിലും എല്ലാം പഞ്ചകർമ്മത്തോട് അനുബന്ധമായിട്ട് വരുന്ന വിഷയങ്ങളാണ്. എങ്കിലും പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒഴിച്ചിലും പിഴിച്ചിലും ധാരയും അഭ്യംഗവും മാത്രമല്ല. അപ്പൊ നമുക്ക് ആദ്യം പഞ്ചകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചം എന്ന് പറഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. അതേമാതിരി കർമ്മങ്ങൾ, ക്രിയകൾ, 5 ക്രിയകൾ, 5 കർമ്മങ്ങൾ. ഇതിന് ശുദ്ധിക്രിയകൾ അല്ലെങ്കിൽ ശോധന ചികിത്സ എന്നും ആയുർവേദത്തിൽ പറയാറുണ്ട്. അപ്പൊ 5 തരത്തിലുള്ള ശുദ്ധി ചികിത്സകൾ. അതില് ആദ്യത്തേതാണ് വമനം. വമനം എന്ന് പറഞ്ഞാൽ ഛർദിപ്പിക്കണ ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതിനാണ് വമനം എന്ന് പറയുന്നത്. അത് ഈ കഫപ്രധാനമായിട്ടുള്ള അസുഖങ്ങളിൽ, കഫത്തിന്റെ ദുഷ്ടി, കഫദോഷത്തിന്റെ ദുഷ്ടിയുള്ള അസുഖങ്ങളിൽ അല്ലെങ്കിൽ വികാര വിശേഷങ്ങളിലെല്ലാമാണ് വമനം ചെയ്യണത്. രണ്ടാമത്തത് വിരേചനം. വിരേചനം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്നെല്ലാം കഴിച്ച് വയറിളക്കുന്നതിനാണ് നമ്മൾ വിരേചനം എന്ന് പറയുന്നത്. അത് പിത്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണ് വിരേചനം ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ മരുന്നുകളും കഷായങ്ങളും മറ്റും ഔഷധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അകത്തേക്ക് വായിലൂടെ കഴിച്ച് വയറിളകുന്നതിനെയാണ് നമ്മൾ വിരേചനം എന്ന് പറയുന്നത്. അത് പിത്തസംബന്ധമായിട്ടുള്ള ദോഷത്തിലാണ്. മൂന്നാമത്തെ കഷായവസ്തി. കഷായവസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൽ കൂടെ അല്ലെങ്കിൽ ഏനൽ റീജിയനിൽ കൂടെ മരുന്ന് ഉള്ളിലേക്ക് കയറ്റി ശോധന പുറത്ത് നിർഹരിച്ച് പോണതാണ് ബസ്തി എന്ന് പറയുന്നത്. അതായത് കഷായ ബസ്തി. അപ്പം കഷായം കൊണ്ടും കഷായവും തൈലവും തൈലം മുതലായിട്ടുള്ള മരുന്നുകൾ ഒരു പ്രത്യേക രീതിയിൽ കൂട്ടി അതിനൊരു കോമ്പിനേഷൻ, ഒരു പ്രത്യേക ക്രമമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേക രീതിയിൽ മിക്സ് എല്ലാം ചെയ്ത് മലദ്വാരത്തിലൂടെ ചെയ്യുന്ന ചികിത്സയ്ക്കാണ് കഷായവസ്തി എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ. അത് വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണ് ഈ ബസ്തി. കഷായവസ്തി ആണെങ്കിലും സ്നേഹവസ്തി ആണെങ്കിലും വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണ് ചെയ്യണത്. എന്നാൽ കേവലം വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലല്ല, അനുബന്ധമായിട്ട് പിത്തദോഷവും കഫദോഷവും വാദത്തോടൊപ്പം ചേർന്ന് വരുന്ന അസുഖങ്ങളിലും വസ്തി ചെയ്യാറുണ്ട്. നാലാമത്തെയാണ് സ്നേഹവസ്തി. സ്നേഹവസ്തി തൈലം കൊണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട്, അത് നെയ്യാവാം, തൈലമാവാം, വസ്സയാവാം, മജ്ജയാവാം. അപ്പൊ ആ സ്നേഹം കൊണ്ട് ചെയ്യുന്ന വസ്തിയെയാണ് സ്നേഹവസ്തി എന്ന് പറയുന്നത്. ഈ സ്നേഹവസ്തിയും കഷായവസ്തിയും മാത്രമായിട്ട് ചെയ്യാറില്ല, രണ്ടും കൂടി വ്യത്യാസേന മാറി മാറിയിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യണത്. അപ്പൊ അതാണ് നാലാമത്തെ സ്നേഹവസ്തി. അഞ്ചാമത്തെ നസ്യം. നസ്യം എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൂടെ മരുന്ന് ഇറ്റിക്കണേനാണ് നസ്യം എന്ന് പറയുക. അപ്പൊ അത് പ്രധാനമായിട്ടും കഫസംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ശിരോവിരേചനം എന്നും പറയും. ഇപ്പൊ ശിരസാശ്രിതമായിട്ടുള്ള രോഗങ്ങളിൽ, ശിരസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളിൽ, കഫത്തിന്റെയും അല്ലെങ്കിൽ ഇതര ദോഷങ്ങളുടെയും ദുഷ്ടിയൊക്കെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥകളിൽ ശിരോവിരേചനമായിട്ട് ശിരസിലുള്ള ദോഷങ്ങളുടെ വിരേചനത്തിനായിക്കൊണ്ട് നസ്യം ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പഞ്ചകർമ്മങ്ങൾ, അതായത് 5 ശുദ്ധിക്രിയകൾ അല്ലെങ്കിൽ 5 ശുദ്ധി ചികിത്സകൾ. ഇതാണ് പഞ്ചകർമ്മങ്ങൾ. ഈ പറഞ്ഞതായിട്ടുള്ള പഞ്ചകർമ്മത്തിന്റെ പൂർവക്രിയകൾ, അതായത് നമ്മൾ പഞ്ചകർമ്മത്തെ പൂർവക്രിയ, പ്രധാന ക്രിയ, പശ്ചാത് ക്രിയ, അങ്ങനെ മൂന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ പൂർവക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. അതായത് നമ്മുടെ ബോഡിയെ, ശരീരത്തിനെ പഞ്ചകർമ്മം ചെയ്യാൻ സജ്ജമാക്കാനും അല്ലെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ട് ചെയ്യുന്ന ക്രിയകളെയാണ് അല്ലെങ്കിൽ കർമ്മങ്ങളെയാണ് നമ്മൾ പൂർവക്രിയകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ധാര, അഭ്യംഗം, പിഴിച്ചില്, എണ്ണ തേച്ച് തലോടല്, ഈ മുമ്പ് നമ്മൾ പറഞ്ഞതായിട്ടുള്ള വിഷയങ്ങളൊക്കെ പഞ്ചകർമ്മത്തിന്റെ പൂർവ്വക്രിയകളാണ്. അതേമാതിരി സ്വേദനം ചെയ്യല്. സ്വേദനം എന്ന് പറഞ്ഞാൽ വേർപ്പിക്കുക. സ്റ്റീം ബോക്സോ സ്വേദനം ഒക്കെ ചെയ്യുന്നതാണ്. അതിന് സ്വേദനം കൂടെ നമ്മൾ പൂർവ്വ കർമ്മത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. പ്രധാന കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വമനം, വിരേചനം, വസ്തി, കഷായവസ്തി, സ്നേഹവസ്തി,
അതേപോലെ നസ്യം. ഇതാണ് പ്രധാന കർമ്മം. ഇനി പഞ്ചകർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് പശ്ചാത് കർമ്മം. പശ്ചാത്ത് പറഞ്ഞാൽ ശേഷം, പഞ്ചകർമ്മത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ പ്രധാനമായിട്ടും ശുദ്ധി ചികിത്സകൾ, പഞ്ചകർമ്മം ശുദ്ധി ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നിയുടെ ബലം, നമ്മുടെ ദഹനശക്തി ഒന്ന് കുറയും. അപ്പം ക്രമത്തിൽ നമ്മൾ ഭക്ഷണ കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ആ സമയത്ത് ശീലിക്കേണ്ടത്. അതാണ് പേയാതിക്രമം. അതിന് പേയാതിക്രമം എന്നാണ് പറയുക. അതായത് ആദ്യം കഞ്ഞിയുടെ വെള്ളം മാത്രമായിട്ട്, പിന്നെ കുറേശ്ശെ വറ്റോട് കൂടിയിട്ട്, അങ്ങനെ ക്രമത്തിൽ ഒരു സാധാരണ ഭക്ഷണ രീതിയിലേക്ക് വരിക. അതിനാണ് ഈ പേയാതിക്രമം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ശുദ്ധ ചികിത്സയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗുരുത്വം കൂടിയിട്ടുള്ള കട്ടിയുള്ളതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല. മാത്രമല്ല അതിനെക്കൊണ്ട് ചിലപ്പോൾ വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അഗ്നിമാന്ദ്യം മുതലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കൊണ്ട് ആ പേയാതിക്രമം എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രവുമല്ല, നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ശുദ്ധ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലിരിക്കുക അല്ലെങ്കിൽ നല്ല ഇരിപ്പ്. ആ നല്ല ഇരിപ്പ് വളരെ പ്രധാനമാണ്. ആ നല്ലിരിക്കയിലാണ് നമ്മൾ ഈ പേയാതിക്രമങ്ങൾ ശീലിച്ചു വരുന്നത്. മാത്രമല്ല ആ സമയത്ത് നമ്മൾ കഴിയുന്നത് യാത്രകളും മറ്റൊക്കെ ഒഴിവാക്കി ഒരു പരിപൂർണ വിശ്രമമായിട്ട് അനുവർത്തിച്ച് വരിക അല്ലെങ്കിൽ ശീലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ ഇതാണ് ഇതിന്റെ പശ്ചാത്കർമ്മം. പഞ്ചകർമ്മങ്ങൾ നമ്മൾ കേവലം രോഗമുള്ള അവസ്ഥയിൽ മാത്രമല്ല, നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിരോഗാവസ്ഥയിലും നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്വസ്ഥനായിട്ട്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ ശുശ്രുതാചാര്യനുണ്ട്, ആയുർവേദത്തിലെ ഒരു ആചാര്യനാണ്. അദ്ദേഹം പറയുന്നത് സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യഭിധീയതേ. അതായത് സമദോഷം, ദോഷങ്ങളെല്ലാം ഇരുന്ന് സമദോഷ സമാഗ്നിശ്ച, അഗ്നി എല്ലാം വേണ്ട പോലെ, അഗ്നിയുടെ ബലം, ഡൈജസ്റ്റീവ് പവർ എല്ലാം സമമായിട്ടിരിക്കുന്ന അവസ്ഥ. അഗ്നി, സമദോഷ സമാഗ്നിശ്ച സമധാതു, ധാതുക്കളെല്ലാം സമമായിട്ട് ദേഹത്തിലിരിക്കുക. അതായത് സമധാതു മലക്രിയ, മലങ്ങളെല്ലാം വേണ്ട പോലെ പ്രവർത്തിച്ച് ഒരു സമമായിട്ടിരിക്കുന്ന ബാലൻസ് ആയിരിക്കുന്ന അവസ്ഥ, മലക്രിയ. പ്രസന്ന ആത്മേന്ദ്രിയ മന, ഇത് മാത്രമല്ല നമ്മുടെ ആത്മാവും ഇന്ദ്രിയവും മനസ്സും എല്ലാം പ്രസന്നമായിട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ സ്വസ്ഥം, നിരോഗാവസ്ഥ അല്ലെങ്കിൽ സ്വസ്ഥാവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥയുടെ പരിപാലനത്തിനായിക്കൊണ്ട് നമുക്ക് പഞ്ചകർമ്മങ്ങൾ ചെയ്യാം. പഞ്ചകർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് നമുക്ക് രസായനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ രസായനങ്ങളൊക്കെ സേവിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഉള്ള ആരോഗ്യം സംരക്ഷിക്കാനും, അതായത് പിന്നെ മാത്രമല്ല ജരാദി ബാധകളിൽ നിന്നൊക്കെ ദേഹത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇതാണ് പഞ്ചകർമ്മത്തെ പറ്റി ഒന്ന് സാമാന്യമായിട്ട് പറയാനുള്ളത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.